പിന്നെ വേറൊരു ന്യൂസാണ് അമിത്ഷാ തെറ്റിദ്ധരിപ്പിക്കുന്നെന്ന് മുഖ്യമന്ത്രി. അതായത് നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇപ്പൊ കുറെ നാളുകൾ നമ്മുടെ കേരളത്തെ അവഗണിക്കുകയാണ്, വയനാട് ദുരന്തത്തിൽ അവഗണിക്കുകയാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം കഴിഞ്ഞ ദിവസം പറഞ്ഞത് സംസ്ഥാന സർക്കാർ കറക്റ്റ് ആയിട്ടുള്ളൊരു തുക എത്രയാണ് ചെലവാക്കുന്നത്, അങ്ങനെ വയനാട് ദുരന്തത്തിൽ എത്ര രൂപ ചെലവായി, എത്രയാണ്, അങ്ങനെ കണക്കുകൾ കറക്റ്റായിട്ട് കോടതിയെ ബോധിപ്പിക്കുന്നില്ലെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ കേരളത്തിന്റെ റിപ്പോർട്ട് വൈകിയതിനാലാണ് വയനാട് പാക്കേജ് പ്രഖ്യാപിക്കാത്തതെന്ന് ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ പ്രസ്താവന തള്ളി മുഖ്യമന്ത്രി പിണറായി വിജയൻ. വയനാടിനെ സഹായിക്കാനുള്ള ഉത്തരവാദിത്തത്തിൽ നിന്ന് കേന്ദ്ര സർക്കാർ ഒളിച്ചോടുകയാണെന്ന് അദ്ദേഹം പത്രസമ്മേളനത്തിൽ കുറ്റപ്പെടുത്തി. അപ്പൊ കേരളത്തിന്റെ റിപ്പോർട്ട് വൈകിയതിനാലാണ് വയനാട് പാക്കേജ് പ്രഖ്യാപിക്കാത്തതെന്ന് ആഭ്യന്തരമന്ത്രി അമിത്ഷാ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ പ്രസ്താവന തള്ളിയിരിക്കുകയാണ് പിണറായി വിജയൻ. അപ്പൊ വയനാടിനെ സഹായിക്കാനുള്ള ഉത്തരവാദിത്തത്തിൽ നിന്ന് കേന്ദ്ര സർക്കാർ ഒളിച്ചോടുകയാണെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ മേഖലയിൽ ജനങ്ങളെ ദ്രോഹിക്കുന്നതാണ് അമിത്ഷായുടെ പ്രസ്താവന. രേഖാമൂലം ആവശ്യപ്പെടാത്തതെന്ന മറ്റു ദുരന്തബാധിത സംസ്ഥാനങ്ങളെ കേന്ദ്രം സഹായിച്ചു. ഓക്കെ, അപ്പൊ രേഖാമൂലം ആവശ്യപ്പെടാതെ തന്നെ മറ്റു ദുരന്ത മേഖല സംസ്ഥാനങ്ങളെ കേന്ദ്രം സഹായിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞ പ്രാവശ്യത്തെ ബഡ്ജറ്റിലാണെങ്കിലും ഒരുപാട് അധികം കേരളത്തിനെ മാത്രം അവഗണിച്ചു എന്നുള്ള ദുരന്തം ഉണ്ടായിട്ടുണ്ട്, പക്ഷെ ഇത്രയും ദുരന്തം ഉണ്ടായിട്ടില്ലായിരുന്നു. അപ്പൊ അവരെ രേഖാമൂലം ആവശ്യപ്പെടാതെ തന്നെ മറ്റു സംസ്ഥാനങ്ങളെ വളരെയധികം സഹായിക്കുകയുണ്ടായി. എന്നിട്ട് പോലും കേരളത്തെ അവഗണിക്കുകയായിരുന്നു. ദുരന്തം അത്രത്തോളം വലുതല്ലെങ്കിൽ അത് കേന്ദ്രം അത് പറയണം. എന്ത് കുറവാണ് കേരളത്തിനുള്ളതെന്ന് വ്യക്തമാക്കിയാൽ തിരുത്താം. വയനാടിന്റെ കാര്യത്തിൽ ഇല്ലാത്ത കാലാവസ്ഥാ റിപ്പോർട്ട് വ്യാജമായി ഉദ്ധരിച്ചും അമിത്ഷാ മുമ്പ് തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. ഇവിടെ ജീവിക്കുന്നവർക്ക് പോലും കേരളത്തിന്റെ വികാരം ഉൾക്കൊള്ളുന്നില്ലെന്ന് BJP നേതാവ് V മുരളീധരന്റെ പ്രസ്താവനയെ കുറ്റപ്പെടുത്തിക്കൊണ്ടാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. അപ്പൊ പ്രധാനമന്ത്രി വന്നു പോയിട്ട് 100 ദിവസത്തിലധികമായി. മെമ്മോറാണ്ടം സമർപ്പിച്ചിട്ടും കേന്ദ്ര സംഘം വന്നിട്ടും മാസങ്ങളായി. 1 രൂപ പോലും ഇതുവരെ ലഭിച്ചിട്ടില്ലെന്നും മന്ത്രി പറഞ്ഞു. ഇതാണ്, എന്നിട്ട് പോലും ഒരു ഇതുമില്ല. അത് വളരെയധികം കുറ്റപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു പ്രധാനമന്ത്രി വന്ന്. അത് മാത്രമല്ല കുറെ പേരോട് ആശുപത്രിയിൽ വന്നിട്ടും അവരെ സഹായിക്കാനും അങ്ങനെ കുറെ അതൊക്കെ ഒരുപാട് നമ്മള് ചാനലിലൊക്കെ നമ്മള് ഒരുപാട് കണ്ടതാണ്, ദൃശ്യങ്ങൾ ഉൾപ്പെടെ കുട്ടികളുടെ അടുത്തൊക്കെ ഇരുന്ന്. പിന്നെ അത് കുടുംബത്തിലെ മെയിൻ ആയിട്ടുള്ള ഒരാളായിരുന്നു, അതിന് എല്ലാരും സഹായിക്കാന്ന് പറഞ്ഞതും ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇതുവരെയും കേന്ദ്രത്തിന്റെ ഭാഗത്തുനിന്ന് അതിനു വേണ്ടിയിട്ടുള്ള ഒരു വിധത്തിലുള്ള സഹായ സഹകരണങ്ങളും ഉണ്ടായിട്ടില്ലെന്നാണ് കേരളം പറയുന്നത് അല്ലേ? പിന്നെ കേരളത്തിന്റെ റിപ്പോർട്ട് വൈകിയത് കൊണ്ടാണെന്നാണ് അമിത്ഷാ പറയുന്നത്, വയനാട് പാക്കേജ് നൽകാൻ താമസിച്ചത്.